സാറേ, ഈ 2016 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയന് മുസ്ലിം ലീഗിനോട് വളരെ വലിയ താല്പര്യമായിരുന്നു. ഈ മുസ്ലിം ലീഗിനും പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കും CPM-നോട് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ ഒരു കാലത്ത് ഇങ്ങനെ ചർച്ചയായിരുന്നു, CPM-ലേക്ക് മുസ്ലിം ലീഗ് വരുമോ അതോ ഇടതുപക്ഷമാകുമോ എന്ന രീതിയിലുള്ള വലിയ ചർച്ചയെല്ലാം ഉണ്ടായിരുന്നു. അതിന് അനുകൂലമായി തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ചില വാക്കുകളെല്ലാം അന്ന് ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ ഒരു ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. മൈക്ക് കിട്ടിയാൽ ഇപ്പോൾ അങ്ങ് തർക്കിക്കുകയാണ്. പല വാക്കുകളും അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശൈലിയിൽ വലിയ വിമർശനമാണ് നിലവിൽ മുസ്ലിം ലീഗിനെതിരെ പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? എന്താണ് ഇപ്പൊ പിണറായി യഥാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്ന കുളം കലക്കുകയാണ്. 2016 അധികാരത്തിൽ വന്നു. അത് 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇവർ നടത്തിയ വലിയൊരു പടയൊരുക്കവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിണറായിക്ക് മനസ്സിലായി ഏത് തരത്തിൽ നീങ്ങിയാൽ തുടർഭരണം കിട്ടുമെന്നുള്ളത്. അങ്ങനെ കൂടുതൽ മുസ്ലിം സമുദായത്തെ സ്വാധീനിച്ചു, അവരെ കൂടെ ചേർത്ത് നിർത്തി. ആ തരത്തിൽ മരുമകനെയും കൂടെ കിട്ടി. അതിനിടയ്ക്ക് കോവിഡ് കാലത്തായിരുന്നു തോന്നുന്നു കല്യാണം കഴിപ്പിച്ചത്, അല്ലേ? അപ്പം 2021 തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴത്തേക്ക് അനുകൂല ഘടകങ്ങൾ പലതായി. അവിടെ ഒരു സീറ്റും കൊടുത്തിട്ടുണ്ട്, ബേപ്പൂര്. അപ്പൊ ഈ മുസ്ലിം സമുദായത്തെ കൂടുതൽ ചേർത്ത് നിർത്തി. അത് ഇപ്പൊ കോവിഡും കൂടി ഇങ്ങോട്ട് വന്നു. കോവിഡും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനം മറ്റെല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നുപോയി. മുസ്ലിം സമുദായത്തിനോടുള്ള ഒരു പ്രീണനം എന്നുള്ളതൊക്കെ അങ്ങ് മറന്നുപോയി. കോവിഡിലെ വലിയ രക്ഷകനാണ് എന്നൊക്കെ കൊട്ടിഘോഷിച്ചു. അതെ, കൊട്ടിഘോഷിച്ചു. അപ്പൊ അങ്ങനെ അതിലൂടെ ഈ രണ്ടാമതും അധികാരത്തിൽ വന്നു. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായിട്ട് അങ്ങനെ ഒരു തുടർഭരണത്തിലേക്ക് വന്നു. പിണറായി അങ്ങനെ 15 വർഷം പാർട്ടി സെക്രട്ടറിയായി. പിന്നിപ്പം മുഖ്യമന്ത്രിയായിട്ട് 10 വർഷമാകാൻ പോവുകയാണ്. അപ്പൊ നോക്കണേ, ഒരു ഏകഛത്രാധിപതിയായിട്ട് ഒരു 10 വർഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സാധാരണ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി പറയുന്നതനുസരിച്ചും കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. അങ്ങനെ ആ ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിം സമുദായത്തെ പിന്നെയും കൂടുതലായിട്ട് പ്രീണിപ്പിക്കാൻ തുടങ്ങി. ഇനിയും ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തുടർന്നുള്ള കാലത്തിലും ഭരണത്തിൽ വരണം. 2025 തദ്ദേശം, 26 നിയമസഭാ തെരഞ്ഞെടുപ്പില് അതില് വരുമ്പോഴത്തേക്ക് പിണറായി വിജയൻ ഇനിയിപ്പം മത്സരിക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഈ മകനെ രംഗത്തിറക്കണമല്ലോ, മരുമകനെ രംഗത്തിറക്കണം. അതിനുവേണ്ടിയുള്ള കളികളും ഒക്കെയാണ് നടക്കുന്നത്. റിയാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനോട് കൂടുതൽ അമിത പ്രീണനം. റിയാസ് മരുമകനായി വന്നതോടുകൂടിയാണ് ഈ അമിത പ്രീണനം നടത്താൻ തുടങ്ങിയത്. അപ്പോൾ മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലായി. അങ്ങനെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് വരികയാണ്. കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കൊട്ട് കിട്ടിയത്. മറ്റുള്ളവരെല്ലാം മാറിപ്പോയി. ഹൈന്ദവ വോട്ടുകളെല്ലാം പോയി, ചിതറിപ്പോയി. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ CPM-ലെ നല്ലൊരു ഈഴവ സമുദായം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വലിയ രീതിയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടായി. ഇവർക്ക് പാർട്ടി തന്നെ അത് വിലയിരുത്തി വോട്ട് ചോർച്ച ഉണ്ടായി ഒരു മൂന്നാം ശക്തിയിലേക്ക് പോവുകയാണ് ചെയ്തത്. വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് വ്യക്തമായി. ഇപ്പതാ ഈ സന്ദീപ് വാര്യർ പാണക്കാട് പോയത്. എന്നാൽ അയാൾ ഒരു പൊട്ടനല്ലേ? അയാൾക്ക് എന്താ ഇത്രയും കാലം എന്റെ ചാനലിരുന്ന് കുരച്ചിട്ട് ഈ പൊട്ടന് നേരെ അവിടെയാണോ പോകേണ്ടത്? ആദ്യം പൊയ്ക്കോളൂ, എപ്പോഴെങ്കിലും അതുവഴി പോകുമ്പോ ഒന്ന് കേറുക. അല്ലാതെ നേരെ അവിടെ അത് ഗണപതി വേണം അവിടെ പോയി ആദ്യം പോയി സകല വിഘ്നങ്ങളും തീർത്തു വരാനായിട്ട്. ഇവനൊരു മരപ്പൊട്ടനാണ്, പൊട്ടനല്ല, മരപ്പൊട്ടനാണ്.
അതുകൊണ്ടാണ് ആ പാണക്കാട് പോയി കുമ്പിട്ടത്. അല്ലെങ്കിൽ ഈ കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഒരുത്തൻ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഉണ്ണാക്കന്മാരുണ്ടോ കോൺഗ്രസിനകത്ത്? പറഞ്ഞു കൊടുക്കണ്ടേ? നേരെ ലീഗിന്റെ അടുക്ക പോയിരിക്കുന്നു. ലീഗ് ഇത് മുസ്ലിം സമുദായത്തിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മറ്റേ നായന്മാര് പെരുന്നേരെ പോപ്പൊക്കെ നോക്കിയിരിക്കുകയാണ്. നല്ല നായന്മാരാണ്, ചെവി പൂടെയുള്ള നായന്മാര്. അവര് കടിച്ചോളങ്ങനെ തമ്പുരാൻ എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും. ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ചിതറുകയല്ലേ ഞാൻ പോകുന്നത്. പാലക്കാട് ഇവന്മാര് തിരിച്ചടി ഉണ്ടാവും. മാങ്കൂട്ടത്തിൽ ഇറക്കി കൊണ്ടുവന്ന് കൊട്ടിക്കൊഴിച്ചു യുവമാരെ വിചാരിച്ച് ഭൂരിപക്ഷം അങ്ങ് വിളിച്ചറിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്ന്. ഇത് കൃഷ്ണകുമാറിന്റെ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് ഈ അവസരത്തിൽ പിണറായി ഒന്നുകൂടെ കുളം കലക്കുകയാണ്. ഒന്ന് ആലോചിക്കണേ, കുളം കലക്കാനായിട്ട് ഒരുത്തൻ കരക്കിരിക്കുകയാണ്. അവരുടെ അടുക്കലാണ് ഈ പൊട്ടം പോയി കടന്ന് ഈ കളിക്കുന്ന കളി മുഴുവൻ കാണിക്കുന്നത്. കുളം കലക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ. വയനാടും പോയി പ്രസംഗിച്ചു. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇവരുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. എന്തിനാണ് അവരെ മാറ്റി നിർത്തുക, എന്നിട്ട് ഈ ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും കൂടി ഇങ്ങോട്ട് ചേർക്കാൻ. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കൃത്യമായിട്ട്. ഇത് ഓരോ അടവ് ഇറക്കിക്കൊണ്ട് വരികയാണെന്നുള്ളത്. ഈ കാരണഭൂതം നന്നായിട്ട് കളിക്കുകയെ നന്നായിട്ട് അറിയാം. അതിനകത്ത് കാര്യങ്ങൾ കൊണ്ടുപോയി 2026 മുഹമ്മദ് റിയാസിന് അരിയിട്ട് വാഴ്ച നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അറിയാം. എനിക്ക് തോന്നുന്നു ഈ റിയാസിനെയും കൊണ്ട് ഭരണത്തിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ തരത്തിലാണ് നീങ്ങുന്നത്. മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുമ്പോൾ സാർ മുൻപ് സൂചിപ്പിച്ചു അല്ലല്ലേ, റിയാസിനെ ഉയർത്തിക്കാട്ടെന്ന് വെച്ചാൽ അതിനുള്ള തന്ത്രങ്ങൾ കൊണ്ടുവരും. റിയാസിനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാല് അതൊക്കെ അതിനൊക്കെ അടിയിലൂടെ പോകും. ഇപ്പൊ ഈ ഹൈന്ദവ പ്രേമമൊക്കെ കാണിക്കും, ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്തും. ഇതിനകത്ത് വേറെ തന്ത്രങ്ങളുണ്ട്. ഇവരെ 2026 ഇനിയും കിടക്കല്ലേ, 1.5 വർഷം. ഇതിനിടയ്ക്ക് എന്തെല്ലാം മറിയും രാഷ്ട്രീയത്തിലല്ലേ. ഇപ്പൊ തന്നെ ഈ സന്ദീപ് വാര്യരെ പുറത്തോട്ട് ചാടിയപ്പോൾ പാലക്കാടിന്റെ കാറ്റ് മാറി വീശാൻ തുടങ്ങിയില്ലേ? അത് മതി, ഒരു രാത്രി മതി. ഒരു രാത്രി കൊണ്ടല്ലേ ഈ നട്ടല്ലൂരി ഊരി വെച്ചിട്ട് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ പൊട്ടൻ അങ്ങോട്ട് ചാടിയത്. എന്നിട്ട് പോയിട്ട് നരേന്ദ്രമോദിയെയൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനൊരു എത്തിക്സ് ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും എത്രയോ പാർട്ടികളുണ്ട്, അവർക്കൊക്കെ ഓരോ തരത്തിലുള്ള ആശയവും ആദർശവും ഒക്കെ ഉണ്ട്. അത് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അത് എന്ന് വിചാരിച്ച് വ്യക്തിയെ അധിക്ഷേപിക്കാമോ? ഇത് BJP അല്ല അധിക്ഷേപിച്ചത്, വ്യക്തിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താണ് ആദ്യം പറഞ്ഞത്? ഞാൻ അടൽ ബിഹാരി വാജ്പേയിയുടെ കവിതകൾ വായിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഞാൻ BJP-യിലേക്ക് വന്നത് എന്ന്. ഇപ്പൊ പോയി കിടന്ന് അവിടെ ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്നവരുടെ കാലിൽ നക്കി പാണക്കാട്ട് അടുക്കളയിലെ കുശിനിക്കാരനായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നാണമുണ്ടോ? അയൊക്കെ തൊലിക്കെട്ടി എന്ന് പറയുന്ന ഇത്രയും ഉള്ള ഒരു സാധനമാണ് ഇയാള്. ഈ BJP-ക്ക് വേണ്ടി എത്ര ഘോരഘോരം പ്രസംഗിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഉളുപ്പില്ലാത്ത ഒരു പണിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് മുതലെടുത്തുകൊണ്ട് പോവുകയാണ്. ഈ പിണറായി പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാർ പറയുന്ന കാര്യമാണ്. ഹൈന്ദവരെ മുഴുവൻ ക്രൈസ്തവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിന്റെ തീവ്ര സ്വഭാവത്തെ എതിർക്കുന്നു. അത് തന്നെ സംഘപരിവാർ പറയുന്നത്. ആ സംഘപരിവാറിന്റെ ഗുണമാണ് ഇപ്പോൾ പിണറായി കാണിക്കുന്നത്. പിണറായി അപ്പോൾ സംഖ്യയായി എന്നാണ്. അപ്പൊ കരക്കിരുന്ന് കുളം പിടിക്കുകയാണ്, കരക്കിരുന്ന് കുളം കലക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. സന്ദീപ് വാര്യന് ഇത് തലയ്ക്ക് മനസ്സിലാകത്തില്ല തോന്നുന്നു. ഇത് ഈ പോക്ക് എങ്ങനെയായിരിക്കും?